നമുക്ക് വളരെ സിമ്പിളായി ഈ പൂക്കൾ ചെയ്തെടുത്താലോ? ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ നെറ്റിൻ്റെ ഒരു ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമുക്കിന്ന് സിമ്പിളായി അടിപൊളി പൂക്കൾ ചെയ്തെടുക്കാം. നെറ്റിൻ്റെ പഴയ ഡ്രസ്സുകളെല്ലാം കയ്യിലുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യം നമ്മൾ ഇതൊന്ന് നിവർത്തി വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു അടപ്പ് വെച്ച് ഇതിൽ നിന്നും റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ചെടുത്തത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നെറ്റിൻ്റെ പഴയ ഡ്രസ്സുകളൊന്നും കയ്യിലില്ലാത്തവർ വിഷമിക്കേണ്ട. നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്ന ക്രാഫ്റ്റ് വർക്ക് ഇതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ടിഷ്യൂ പേപ്പറുകൾ കൊണ്ടും ചെയ്തെടുക്കാം. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇതുപോലത്തെ ഫ്ലവർ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറുകൾ കൊണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതുപോലത്തെ ഫ്ലവർ നെറ്റിൻ്റെ പീസ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നമ്മളതിൽ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് വീണ്ടും മടക്കി കൊടുത്ത് അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ നടുക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് നമ്മളിവിടെ ഒരു ഈർക്കിളിയുടെ പീസും കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലും എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നെറ്റിൻ്റെ പീസ് ഇതുപോലെ ഈർക്കിളിയിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. നമ്മൾ അതിൻ്റെ നടുക്കായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഇതുപോലെയാണ് ഈർക്കിളിയിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ആ ഒരു ഭാഗത്ത് നൂല് ഉപയോഗിച്ച് ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് കവറും ടിഷ്യൂ പേപ്പറും നെറ്റിൻ്റെ ക്ലോത്തും ഒന്നും ഇല്ലെങ്കിലും സാധാരണ വേസ്റ്റ് ക്ലോത്ത് വെച്ചും നമുക്ക് ഇതുപോലത്തെ പൂക്കൾ ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മളത് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം താഴെയുള്ള ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ കൂട്ടി പിടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം മുകളിലേക്ക് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ ഇവിടെ ആയിട്ട് നൂല് ഉപയോഗിച്ച് ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം. സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മളത് ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്ലവർ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ നമുക്ക് കിട്ടേണ്ടത്. വളരെ സിമ്പിളായി നമ്മൾ നെറ്റിൻ്റെ പീസ് വെച്ച് ഇതുപോലൊരു ഫ്ലവർ ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ തണ്ടിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് ചുറ്റി കൊടുക്കണം. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവറിൻ്റെ പീസിൽ നിന്നും ഇതുപോലെ വീതി കുറഞ്ഞൊരു പീസ് കട്ട് ചെയ്തെടുത്തു. നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ തണ്ടിലേക്കൊന്ന് ചുറ്റി കൊടുക്കണം. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചാനലിൽ തന്നെ ഇതുപോലത്തെ പൂക്കൾ നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ചും ടിഷ്യൂ പേപ്പർ വെച്ചും ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനിയിപ്പോൾ നെറ്റിൻ്റെ പീസൊന്നും കിട്ടാത്തവർ പ്ലാസ്റ്റിക് കവർ വെച്ചോ ടിഷ്യൂ പേപ്പർ വെച്ചോ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളത് ചെയ്തെടുക്കുന്ന വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളതിൻ്റെ തണ്ടിൽ പ്ലാസ്റ്റിക് കവറൊക്കെ ചുറ്റി കൊടുത്തു. ഇനി നമ്മൾ ഫ്ലവർ ഒന്നും കൂടെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലവറിൻ്റെ നടുക്കായിട്ട് നമുക്ക് വുളൻ ത്രെഡൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. അതിന് മുൻപായിട്ട് നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മടക്കി ഒട്ടിച്ചെടുക്കണം. ഇതിൽ നിന്നാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകൾ കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ ഇലകളാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലകളിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലവറിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ രണ്ട് ഇലകളും ഫ്ലവറിൻ്റെ തണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്.
ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 ഇലകളും അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ നടുക്കായിട്ട് വൂളൻ ത്രെഡ് കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു യെല്ലോ കളർ വൂളൻ ത്രെഡ് ചെറുതാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പലതരത്തിലുള്ള ഒരുപാട് ഫ്ലവർ മേക്കിംഗ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വൂളൻ ത്രെഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ, നിങ്ങൾക്ക് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പലതരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പം നമ്മൾ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് വൂളൻ ത്രെഡൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് പൂക്കൾ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. നെറ്റിൻ്റെ ക്ലോത്ത് വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ പൂക്കളാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. മുഴുവനായും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ പൂക്കളെല്ലാം നമ്മൾ ഇതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ അടപ്പ് നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഇതിലുള്ള സ്റ്റിക്കറെല്ലാം നമ്മളൊന്ന് കളയുകയാണ്. ഇതുപോലെ നമ്മളതെല്ലാം അതിൽ നിന്നും കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ലൈസ് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലുള്ള ഈ ഒരു ലൈസ് തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് ഇത് കുറച്ച് വീതി കൂടുതലാണ്, എന്നാലും നമ്മൾ ഇത് തന്നെയാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ഒരു പീസ് അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതുപോലെയാണ് അത് ഒട്ടിച്ചെടുക്കേണ്ടത്. ഫെവി ബോണ്ട് വെച്ചാണ് നമ്മൾ ലൈസ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മളിതിൽ ഒട്ടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളതിനേക്കാളും കുറച്ച് വീതി കുറഞ്ഞ ലൈസ് ആയിരുന്നു വേണ്ടത്. ഇത് കുറച്ച് വീതി കൂടുതലാണ്, എന്നാലും നമുക്കിത് തന്നെ ഒട്ടിച്ചെടുക്കാം. ലൈസൊക്കെ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുമ്പോൾ ഫെവിക്കോളിനേക്കാളും ഒന്നും കൂടെ നല്ലത് ഫെവി ബോണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അതെടുത്ത് ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മൾ അതിലേക്ക് മുഴുവനായും ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇതിനകത്തേക്ക് നമ്മൾ തെർമോക്കോളിൻ്റെ പീസ് വെച്ച് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുള്ള തെർമോക്കോൾ പീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തെർമോക്കോൾ പീസ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. പൂക്കളെല്ലാം അതിനകത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള തെർമോക്കോൾ പീസിൻ്റെ മുകളിലായിട്ട് നമുക്ക് വൂളൻ ത്രെഡ് കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും അതിനകത്തേക്ക് വെച്ച് കൊടുത്തു. ഇതുപോലെയാണ് നമ്മൾ എല്ലാ പൂക്കളും അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തെർമോക്കോൾ പീസിൻ്റെ മുകളിലായി ഒട്ടിച്ചെടുക്കാനുള്ള വൂളൻ ത്രെഡ് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കളർ വൂളൻ ത്രെഡാണ് അതിന് മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. വൂളൻ ത്രെഡ് കട്ട് ചെയ്ത് തന്നെ ഒട്ടിച്ചെടുക്കണം എന്നൊന്നുമില്ല, നമുക്കതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ പെയിൻറ് കൊടുത്തെടുക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ അതിന് മുകളിലായിട്ട് വൂളൻ ത്രെഡ് കട്ട് ചെയ്തതാണ് ഒട്ടിച്ചെടുക്കുന്നത്. ആദ്യം നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള തെർമോക്കോൾ പീസിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വൂളൻ ത്രെഡ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വൂളൻ ത്രെഡ് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പം നമ്മൾ വൂളൻ ത്രെഡ് കട്ട് ചെയ്തതെല്ലാം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. പഴയ നെറ്റ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് വർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.